ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു ലോങ് വീഡിയോ ആണ് കേട്ടോ. വേറെ ഒന്നുമല്ല, നമ്മളെ ഈദിന്റെ വ്ളോഗാണ്. ഈ ഒരു വീഡിയോ എടുക്കുമ്പോൾ, അതായത് ഈ മെഹന്തി എടുക്കുന്ന വീഡിയോ എടുക്കുന്നത് നമ്മൾ പെരുന്നാളിന്റെ 2 ദിവസം മുന്നേ കേട്ടോ. അനിയത്തിന്റെ ഹസ്ബൻഡ് വീട്ടിൽ പോകുമ്പോൾ 2 കയ്യിലും ഫുൾ മെഹന്തി ഇട്ടിട്ട് പോവാന്ന് പറഞ്ഞിട്ട് അങ്ങനെ മെഹന്തി ഇട്ട് കൊടുക്കുന്നതാണ്. അന്ന് രാത്രി തന്നെ ഞാനും എന്റെ കയ്യിൽ മെഹന്തി ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. പെരുന്നാളിന്റെ 2 ദിവസം മുന്നേ മെഹന്തി ഇടാനുള്ള കാരണം കുറച്ച് സ്റ്റെയിൻ കിട്ടിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് കഥ ഗൈസ്. ഇത് ഞാൻ പെരുന്നാളിന്റെ തലേന്ന് ദിവസം ഇട്ടതാണ്, അതായത് ഇന്ന് ഞാൻ വീഡിയോ എടുക്കണത് നാളെയാണ് പെരുന്നാൾ കേട്ടോ. അപ്പോൾ ഇന്ന് ഞാൻ ഈ സ്റ്റെയിനിൻ്റെ വീഡിയോ കാണിക്കാനൊക്കെ എന്ന് വിചാരിച്ചിട്ട് എടുത്തപ്പോൾ ഇതാണ് ഗൈസ് അതിൻ്റെ അവസ്ഥ. ഒരു സ്റ്റെയിനും വന്നിട്ടില്ല. പറയുമ്പോൾ ബിഗ് ബി പോലെ ഒരു മെഹന്തി അല്ല ഇട്ടത്. അതായത് നമ്മൾ ഇട്ട് കഴിയുമ്പോൾ നല്ല ഭംഗിയായിട്ട് കണ്ടിട്ടുണ്ടായിരുന്നു. ഉള്ളിൽ കൂടി ഇങ്ങനെ കാണുമല്ലോ ചോപ്പ്. പക്ഷേ ഇതാണ് ഇപ്പോഴത്തെ അവസ്ഥ. ഇനി നാളത്തേക്ക് ഇന്ന് വീണ്ടും മൈലാഞ്ചി ഇതിൻ്റെ മേലെ കൂടി ഇടുക. എന്തൊരു കഷ്ടമാണ്. ഇതന്നെ അനിയത്തിൻ്റെ അവസ്ഥ. അനിയത്തി ഇവിടെ നിന്ന് 2 കയ്യിൽ ഫുൾ മെഹന്തി ഇട്ടിട്ട് ഫുള്ള് കൈത്തെ ഹെന്നയും പോയിട്ടുണ്ട്. എന്താണ് പ്രശ്നം പറ്റിയെന്ന് അറിയില്ല. ആ ഹെന്ന ഞാൻ ആദ്യമായിട്ടാണ് യൂസ് ചെയ്യണത്, ആ ഒരു കോണ്. എന്തായാലും ഇതിൻ്റെ മേലെ കൂടി ഇടുകയാണെങ്കിൽ ഞാൻ പെരുന്നാളിൻ്റെ ദിവസം കാണിച്ചു തരണ്ടേ. സ്റ്റെയിൻ ഇല്ലാത്ത സ്ഥിതിക്ക് അതിൻ്റെ പുറത്ത് ഒന്നും കൂടി ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് നാളെ ഇതിൻ്റെ അവസ്ഥ എന്താണെന്ന് നമുക്കറിയാം. ആ സെയിം മെഹന്തി തന്നെ ഇട്ടിട്ടുള്ളത്. ഇന്നലെ ഞാൻ പക്ഷേ അതിൻ്റെ മേലെ സീലൻ്റ് തേച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇപ്രാവശ്യം ഞാൻ സീലൻ്റ് തേക്കണില്ല. അപ്പോൾ നാളത്തേക്ക് സ്റ്റെയിൻ ഉണ്ടോയെന്ന് അറിയാം. കാരണം എൻ്റെ കയ്യിൽ വേറെ കോണൊന്നുമില്ല. നോക്കട്ടെ, കിട്ടി പോയാൽ. മെഹന്തി ഇട്ടൊരു അരമണിക്കൂറിന് ശേഷം ഞാൻ അത് ഊരിയിട്ടുണ്ട് കേട്ടോ. കാരണം അതിമ്മ സീലൻ്റ് തേച്ച് കഴിഞ്ഞാൽ അത് കുറച്ച് നേരം കൂടി ആ ഒരു മെഹന്തി അവിടെ ഉണ്ടാവും. പക്ഷേ തീരെ സ്റ്റെയിൻ വരാത്തതുകൊണ്ട് ഞാൻ വേഗം ഊരിയിട്ടുണ്ട്. പിന്നെ ഞാൻ ഈ ഇട്ടിട്ടുള്ള മെഹന്തി ഏതാന്ന് വെച്ചാൽ ഇതാട്ടോ, അലീൻ തന്നെയാണ് പേര്. പക്ഷേ ഇതിനൊരു കെമിക്കൽ സ്മെല്ലുണ്ട്, നമ്മളെ ബിഗ് ബീൻ്റെ ഒക്കെ പോലത്തെ. എന്തായാലും പെരുന്നാളിൻ്റെ മെഹന്തി ഫ്ലോപ്പായ സ്ഥിതിക്ക് പിറ്റേ ദിവസം പെരുന്നാളിന് നല്ല അടിപൊളിയാക്കാന്ന് വിചാരിച്ച് നേരത്തെ എണീറ്റുണ്ടായിരുന്നു കേട്ടോ. എണീറ്റപ്പോൾ തന്നെ വയറിന് വലിയ സുഖമൊന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് കട്ടൻ ചായയിൽ നാരങ്ങ പിഴിഞ്ഞ് കുടിച്ചിട്ടുണ്ടായിരുന്നു. ഈദ് മുബാറക്. എല്ലാം കൊണ്ട് മൂഞ്ചൊരു ഈദ് ചെയ്യുന്നു കേട്ടോ. കാരണം സൈനുവിനും വലിയ മൂടൊന്നും ശരി ഉണ്ടായിരുന്നില്ല രാവിലെ എണീച്ചപ്പോൾ തന്നെ. അല്ലെങ്കിൽ നല്ല മൂഡിലായിട്ട് എണീക്കലുള്ളത്. എന്തായാലും ഇനി മൂഞ്ചി ഇരുന്നിട്ട് കാര്യമില്ലല്ലോ, വീട്ടിലത്തെ പണിയെടുക്കാൻ വിചാരിച്ച് വേഗം ബെഡ്റൂമൊക്കെ ഒന്ന് സെറ്റ് ആക്കിയിട്ടുണ്ടായിരുന്നു. പെരുന്നാളിൻ്റെ അന്നത്തെ ദിവസം രാവിലെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടൊന്നും ഉണ്ടാക്കലില്ല കേട്ടോ. കാരണം ഉച്ചയ്ക്ക് നല്ല ബിരിയാണി ആയതുകൊണ്ട് തന്നെ അത് നല്ലോണം കഴിക്കണം എന്ന് വിചാരിച്ചിട്ട് രാവിലെ എന്തെങ്കിലും സിമ്പിളായിട്ട് ഉണ്ടാക്കൽ. ഇപ്രാവശ്യം പിന്നെ നേരെ പായസമായിട്ട് ഉണ്ടാക്കിയിട്ടുള്ളത്. കാരണം ബിരിയാണി നമ്മൾ പുറത്തുനിന്ന് ഓർഡർ ചെയ്യാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. എന്തായാലും വയറിന് സുഖമില്ലാത്ത സ്ഥിതിക്ക് കുറച്ച് പായസം കുടിച്ചിട്ടുണ്ടായിരുന്നു. 2 സ്പൂൺ പായസം കുടിച്ചപ്പോൾ തന്നെ എനിക്ക് മതിയായിട്ടുണ്ടായിരുന്നു. ഫുഡിനോടൊക്കെ ഒരു വെറുപ്പായിരുന്നു അന്നത്തെ ദിവസം. പായസമൊക്കെ നല്ല ഇഷ്ടത്തോടെ കുടിക്കണ ഞാനാണ്, പക്ഷെ അന്ന് പായസം കുടിക്കാനേ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ കഴിയണ പോലെ പായസം കുടിച്ചിട്ട് പിന്നെ നേരെ അടിച്ചുവരി തുടക്കാൻ നിന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ എൻ്റെ വീട്ടിലായിരുന്നു കേട്ടോ ഇപ്രാവശ്യത്തെ ഈദ് കൂടിയിട്ടുണ്ടായിരുന്നത്. കഴിഞ്ഞ പ്രാവശ്യം ഹസ്ബൻഡ് വീട്ടിലായതുകൊണ്ട് തന്നെ ഇപ്രാവശ്യം എൻ്റെ വീട്ടിൽ കൂടാന്ന് വിചാരിച്ചു. പണികളൊക്കെ പെട്ടെന്ന് തന്നെ തീർത്തിട്ട് ഞാനും സൈനും പോയി ഫ്രഷ് ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. സൈനുവിന് ഞാൻ വീട്ടിലിടാൻ വേണ്ടിയിട്ട് ചെറിയൊരു കോഡ് സെറ്റ് പോലൊരു സംഭവം വാങ്ങിയിട്ടുണ്ടായിരുന്നു. അതൊക്കെ കിട്ടുവാനെ റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഓന് പെരുന്നാൾക്ക് എന്ന് പറഞ്ഞിട്ടൊരു ഡ്രസ്സ് വാങ്ങിയിട്ടുണ്ടായിരുന്നില്ല. കാരണം ഓൻ്റെ ബർത്ത്ഡേക്ക് കിട്ടിയ ഒരുപാട് ഔട്ട്ഫിറ്റ് ഓനക്ക് ഇടാണ്ട്. അത് ചെറുതാവണിൻ്റെ മുന്നേ അത് ഇട്ട് മുതലാക്കണ്ടേ വിചാരിച്ചിട്ട് പെരുന്നാൾക്ക് ഈ ചെറിയ കോഡ് സെറ്റ് മാത്രമായിട്ട് എടുത്തിട്ടുണ്ടായിരുന്നത്. ഏകദേശം ഒരു 10-11 മണി ആയപ്പോഴത്തേന് നമ്മൾ ഓർഡർ ചെയ്ത ഫുഡ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഇത് നമ്മൾ തന്നെ പോയി വാങ്ങിക്കണം കേട്ടോ. നമ്മൾ ഓർഡർ എന്നുള്ളൊരു കാറ്ററിങ്ങിൻ്റെ അടുത്ത് നിന്നാണ് നമ്മൾ ഈ ഫുഡ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. 1 kg ലെഗോൺ ബിരിയാണി കേട്ടോ നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാനും ഉമ്മയും മാത്രം ആയതുകൊണ്ടാണ് നമ്മൾ വീട്ടിൽ ഉണ്ടാക്കാതിരുന്നത് കേട്ടോ. ഫുഡൊക്കെ നേരത്തെ വന്നുകൊണ്ട് തന്നെ നമ്മൾ കുറച്ച് നേരം കിടന്ന് ഉറങ്ങിയിട്ടൊക്കെ ഉണ്ടായിരുന്നു. എന്നിട്ട് ഉച്ചയ്ക്ക് എണീച്ചിട്ട് കേട്ടോ ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നത്. എനിക്ക് ഫുഡ് കഴിക്കാൻ ഒരു മൂടുണ്ടായിരുന്നില്ല. പക്ഷെ ഉമ്മാൻ്റെ നിർബന്ധത്തിൽ ഉമ്മ വിളമ്പി ആ ചോറ് മാത്രം ഞാൻ കഴിച്ചിട്ടുണ്ടായിരുന്നു. പെരുന്നാളിൻ്റെ ഡ്രസ്സ് അടിച്ചാൻ കൊടുത്തിട്ടുണ്ട്. ഇന്നലെയാണ് അതൊക്കെ ഡെലിവേർഡ് ആയത്. അപ്പോൾ അതൊന്ന് ഷേപ്പ് ചെയ്യാണ്ടായിരുന്നു. അത് കൊടുത്തിട്ടുണ്ടായിരുന്നു രാവിലെ പോയി വാങ്ങിക്കട്ടെ കേട്ടോ. ഇത്ര നേരം വെയിറ്റ് ചെയ്തത് താത്താൻ്റെ വീട്ടിലേക്ക് പോകുന്നുണ്ടോ ഇല്ലേ എന്നുള്ളൊരു സംശയത്തിലായതുകൊണ്ടാണ്. എന്തായാലും പോകാമെന്ന് തീരുമാനിച്ചിട്ടുണ്ട്. അപ്പോൾ പോയി ഡ്രസ്സ് വാങ്ങിച്ചിട്ട് വരാം. നമ്മളെ വീടിൻ്റെ തൊട്ടടുത്ത് തന്നെ കേട്ടോ. ഇതിന് മുന്നേ തരാമല്ലോ. അങ്ങനെ നമ്മളെ ഡ്രസ്സ് കിട്ടി ഗായ്സ്. ഈ ഒരു ഡ്രസ്സ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഞാൻ എൻ്റെ കുഞ്ഞാമാൻ്റെ എൻഗേജ്മെൻറ്റ് വ്ളോഗിൽ ഒരു കൊറിയർ പിക്കാണ് കാണിച്ചില്ലായിരുന്നു. ആ ഡ്രസ്സാണ്. പക്ഷേ ആ ഡ്രസ്സ് എനിക്ക് സൈസ് ഓവർ ആയതുകൊണ്ട് ഞാനത് റിട്ടേൺ ചെയ്ത് ചെറിയ സൈസ് എടുത്തു. പക്ഷെ അത് ഇന്നലെ എനിക്ക് വന്നത്. അതുകൊണ്ടാണ് ഞാൻ ഇന്ന് രാവിലെ കൊണ്ടുപോയി കൊടുത്തത്. അയ്യോ, ഭയങ്കര വെയിലാണ് ഗായ്സ്. സമയം 4 മണി ആയിട്ടില്ല. അപ്പത്തിന് ഏതോ ഒരു വെയിലാണോ. ഞാൻ വീട്ടിൽ പോട്ടെ കേട്ടോ. സൈനുവിനെ ഞാൻ വീട്ടിലാക്കിയിട്ട് വന്നതാണ്. കാരണം നമ്മളിവിടെ തൊട്ടടുത്താണ്. സൈനുവിനെ വെയിലത്തും ഇറക്കണ്ടല്ലോ വിചാരിച്ച്. പക്ഷേ ഞാനൊരു ചിക്കൻ കറി കുർത്തയാണ് സ്റ്റൈൽ ചെയ്യാൻ വിചാരിച്ചത്. അതുപോലെ തന്നെ ഒക്കെ ഒന്ന് കിട്ടി. ഇനി സ്റ്റൈൽ ചെയ്ത് വരുമ്പോൾ എങ്ങനെ ഉണ്ടാവും എന്നറിയാം. ഇന്ന് താത്താടുത്ത് പോകുന്നുണ്ട്, തീരുമാനമായിക്കണ്. അപ്പം താത്തനെ എന്തെങ്കിലും പോകുമ്പോൾ റെഡി ആവുന്നത് കാണിക്കാട്ടോ. ഞാൻ വീട്ടിൽ പോട്ടെ. ഇതാണ് ഗൈസ് നമ്മളെ വീട്. എത്തി. ഇത്ര അടുത്താട്ടോ നമ്മൾ തയ്ക്കാൻ കൊടുക്കണം താത്താൻ്റെ വീട്. ഇതാണ് നമ്മളെ വീട്. അയ്യോ, ഞാൻ ക്രോസ് ചെയ്ത് പോട്ടെ. അങ്ങനെ വീട്ടിലെത്തി ചടപടയെന്ന് റെഡിയായി ഉമ്മാൻ്റെ കൂടെ ഒരു റീൽസ് കൊടുത്തിട്ട് നമ്മൾ നേരെ അനിയത്തിൻ്റെ വീട്ടിലേക്ക് പോവാണ് കേട്ടോ. ഞങ്ങൾ പോവാണ് ഗൈസ് താത്താൻ്റെ വീട്ടിൽ.
നമ്മളെ പിക്ക് ചെയ്യാൻ വന്നിട്ടുണ്ടായിരുന്നത് ഷർഫു കേട്ടോ. അങ്ങനെ നമ്മൾ ഷർഫിന്റെ എത്തിയ ഉടനെ നമ്മൾ കുറച്ച് മിറർ ഫോട്ടോസ് ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ എൻ്റെ ഇത് ഔട്ട്ഫിറ്റ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ എന്നുള്ളതൊക്കെ ഒന്ന് കമന്റ്സിൽ പറയാം. ഞാൻ ഇപ്രാവശ്യം കുറച്ച് വെറൈറ്റി പിടിക്കാൻ നോക്കിയാണെങ്കിലും കഴിഞ്ഞ പ്രാവശ്യത്തെ പെരുന്നാളിന്റെ പോലെ തന്നെ റെഡ് കളറാട്ടോ ഇപ്രാവശ്യം എടുത്തിട്ടുണ്ടായിരുന്നത്. ഞാൻ കുറേ ആയിട്ട് ആഗ്രഹിക്കണം കേട്ടോ സേനുവിന് ഒരു കോഴിക്കുട്ടിനെ വാങ്ങി കൊടുക്കണം എന്നുള്ളത്. അപ്പോൾ സേനുവിന് വാങ്ങി കൊടുത്ത് എങ്ങനെ ഉണ്ടാവും റിയാക്ഷൻ എന്നുള്ളത് ഇവിടെ നിന്ന് എനിക്ക് മനസ്സിലായി. ഹലോ ഇമ്മക്ക് തന്നാണ് തോത്ത് നിൽക്കുന്ന ഗൂഗിളല്ല പാറൂലല്ല. സൈനുവിന്റെ റിയാക്ഷൻ കണ്ടില്ലേ? ഒരു തരത്തിലും കോഴിക്കുട്ടിനായിട്ട് അടുക്കുണ്ടായിരുന്നില്ല കേട്ടോ. എനിക്ക് ഭയങ്കര പേടിയായിരുന്നു. വീട്ടിൽ നിന്ന് പായസം കുടിക്കാൻ പറ്റാത്തതിന്റെ സങ്കടം ഞാൻ ഇവിടെ വന്ന ഒരു ഗ്ലാസ് പായസം കുടിച്ച് തീർത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ ഏകദേശം ചെറിയൊരു ചാറ്റൽ മഴ ഉണ്ടായിരുന്നു കേട്ടോ. വലിയ മഴ ആവണതിന്റെ മുന്നേ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ഏകദേശം താത്താന്റെ വീടിന്റെ അവിടെ എത്താൻ നേരത്തെ നമ്മളൊരു കടയിൽ കയറിയിട്ട് ഫാമിലി പാക്ക് ഐസ്ക്രീമും കുറച്ച് സിപ്പപ്പും വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. സിപ്പപ്പ് നമ്മൾ വണ്ടിയിൽ ഇരുന്നിട്ട് തന്നെ കഴിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ കമ്മല് ഊരി വെക്കാനുള്ള കാരണം അത് ലൈറ്റ് വെയിറ്റ് ആണെങ്കിലും കുറച്ച് സൈസ് ഉള്ളത് കൊണ്ട് തന്നെ കുറച്ച് ഡിസ്കംഫർട്ട് ചെയ്യുന്നു കേട്ടോ. അത് ഇട്ടിട്ട് ശരിയാവുണ്ടാവും. എന്തായാലും നമ്മൾ സിപ്പപ്പ് കഴിച്ചുകൊണ്ട് കേട്ടോ. ഞാനും മുന്തിരി ഫ്ലേവറിലുള്ള വാങ്ങിയത്, പക്ഷെ ഭയങ്കര ആർട്ടിഫിഷ്യൽ ടേസ്റ്റ് ചെയ്യുന്നു കേട്ടോ. ഉമ്മയും അനിയത്തിയും സുർക്കൻ്റെ ഐസ് ഇല്ലേ അതാ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അത് ഭയങ്കര ടേസ്റ്റ് ചെയ്യുന്നു. പക്ഷെ ഒരുപാട് ഞാൻ കഴിക്കാൻ നിന്നില്ല, കാരണം ഓൾറെഡി എൻ്റെ വയറ് ഡിസ്റ്റർബ് ആയിട്ട് ഇരിക്കണോണ്ട് തന്നെ അത് കഴിക്കാനുള്ള ധൈര്യം എനിക്ക് ഉണ്ടായിരുന്നില്ല കേട്ടോ. അങ്ങനെ നമ്മൾ അളിയാക്കാൻ്റെ വീട്ടിലെത്തി. അളിയാക്കിയും താത്തയും ലാസിയും ലേസും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. പാത്തും ഉമ്മയും ഇപ്പയും അളിയാക്കാൻ്റെ ഏറ്റവും ചെറിയ പെങ്ങളെ കല്യാണം കഴിച്ച് വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഓളെ കാണാൻ വേണ്ടിയിട്ട് പെരുന്നാളൊക്കെ അല്ലേ. ഇതാണ് അളിയാക്കാൻ്റെ സുലുവിൻ്റെ റൂം. അവിടെ എത്തിയ ഉടനെ താത്താന്റെ പെരുന്നാൾ ഡ്രസ്സും കുട്ടികളെ പെരുന്നാൾ ഡ്രസ്സ് കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ റൂമിൽ പോയിട്ടുണ്ടായിരുന്നത്. ആ സമയമായപ്പോഴത്തേന് പാത്ത് എത്തിയിട്ടുണ്ടായിരുന്നു. പാത്തുവിന്റെ പെരുന്നാൾ ഡ്രസ്സ് ഇട്ടത് നല്ല ഭംഗിയുണ്ടായിരുന്നു. പാത്തുവിനെ ഇട്ടിട്ട് കാണാൻ. അളിയാക്കാൻ്റെ ഫാമിലിയും രണ്ടാം പെരുന്നാൾക്ക് കൊടൈക്കനാൽക്ക് ട്രിപ്പ് പോകണോണ്ടാട്ടോ നമ്മൾ ഫസ്റ്റത്തെ പെരുന്നാൾക്ക് തന്നെ ഇങ്ങോട്ട് വന്നിട്ടുണ്ടായിരുന്നത്. നമ്മൾ പോണത് മൈസൂർ കോട്ടപ്പടിക്ക കേട്ടത്. അതേതാ സ്ഥലം പറഞ്ഞിട്ടിക്ക? മൈസൂരിക്കോ? ബാബുനോട് ചോദിച്ചോക്കെ പോകുന്നു മൈസൂർക്ക്. സുലുവിന്റെ ബർത്ത്ഡേ കേട്ടോ ഈ മാസം 31. ആ ദിവസം നമ്മൾ കാണാൻ ചാൻസ് ഇല്ലാത്തതുകൊണ്ട് തന്നെ അഡ്വാൻസ് ആയിട്ട് ബർത്ത്ഡേ ഗിഫ്റ്റ് കൊടുക്കാന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ ഓൾറെഡി ഗിഫ്റ്റ് ഒക്കെ വാങ്ങി വെച്ചോണ്ട് തന്നെ ഈ ദിവസത്തേക്ക് കൊടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒരു ബ്രൗൺ കളർ ചെറിയ ബാഗ് ആട്ടോ ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഗിഫ്റ്റ് കൊടുത്തപ്പോൾ മുഖത്ത് വലിയ എക്സ്പ്രഷൻ ഒന്നും ഇല്ലെങ്കിലും നേരെ ഉള്ള അളിയാക്കാൻ കാണിച്ചു കൊടുക്കാനായിട്ട് പോയിട്ടുണ്ടായിരുന്നു. ഇവിടുത്തെ അട്ടിയോ ഒരു മന്ന മാറുമോ? ഇതിൻ്റെ ഇടയിൽ ആദ്യക്ക് പാത്തുവിനെ കെട്ടിപ്പിടിക്കണം എന്ന് പറഞ്ഞിട്ടുള്ള വാശിയായിട്ട് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഓനക്കാണെങ്കിൽ കെട്ടിപ്പിടിക്കാൻ കഴിയണില്ല, ഓൻ വിചാരിച്ച പോലെ കിട്ടണില്ല, അതിൻ്റെ വാശിയാണ്. ഈ ഒരു ബാഗാണ് കേട്ടോ ഞാൻ താത്താക്ക് ഗിഫ്റ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഇഷ്ടപ്പെട്ടെങ്കിൽ ഇഷ്ടപ്പെട്ടെന്ന് കമന്റ് ചെയ്യാൻ മറക്കണ്ട കേട്ടോ. കുറച്ചു നേരം ഞാനും പാത്തു ഒപ്പം ഇരുന്ന് കുറച്ച് വീഡിയോസും ഫോട്ടോസും ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ നേരെ ചായ കുടിക്കാൻ ഇരുന്നിട്ടുണ്ടായിരുന്നു. ഈ ഒരു വീഡിയോ ക്ലിപ്പിന് ക്ലാരിറ്റി വളരെ കുറവായിക്കാരം കേട്ടോ. കാരണം എൻ്റെ ഫോൺ ആ സമയത്ത് ചാർജിൽ ഇട്ടിരിക്കുന്നു. വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ കുറേ റീൽസ് ഒക്കെ എടുത്ത കാരണം തീരെ ചാർജ് ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഉമ്മാൻ്റെ ഫോണിലിട്ട ക്ലിപ്പാട്ടോ അതൊക്കെ. പിന്നെ നിങ്ങൾ ഇതൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളത് കമന്റ് സെക്ഷനിൽ പറയാം. എൻ്റെ ഇതൊരു 4 കാരണം കൊണ്ട് ഫ്ലോപ്പ് ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒന്ന് മെഹന്തി സ്റ്റെയിൻ വരാത്തതും, രണ്ടാമത്തത് ഹസ്ബൻഡ് നാട്ടിലില്ലാത്ത ഇതായതിനെ കൊണ്ടും, മൂന്നാമത് എൻ്റെ ഡ്രസ്സ് തലേ ദിവസമാണ് ഡെലിവർ ആയത് അതിൻ്റെ പ്രശ്നം. പിന്നെ അവസാനത്ത് പറയണ്ടല്ലോ വയറിന് തീരെ സുഖം ഉണ്ടായിരുന്നില്ല. അങ്ങനെ പിന്നെ നമ്മൾ ചായയൊക്കെ കുടിച്ച് അവിടുന്ന് ഇറങ്ങാൻ നോക്കാം കേട്ടോ. അങ്ങനെ അവിടുന്ന് ഇറങ്ങിയപ്പോൾ കുറച്ചൊക്കെ ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. വീട്ടിലെത്തുന്നതിന് മുന്നേ ഒരു കടയിൽ കയറിയിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാനായിരുന്നു. അങ്ങനെ അതൊക്കെ വാങ്ങി വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെ ഉള്ളൂ എൻ്റെ ഇതിൻ്റെ ദിവസം നടന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇനി അടുത്ത വ്ളോഗ് കാണുന്ന വരെ ബൈ.